ഇത് സൂപ്പറാ. രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടിട്ട് വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള പനീർ വീട്ടിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചുവടുകെട്ടായുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് നല്ലതുപോലെ ചൂടായതിനു ശേഷം കുറച്ച് മാത്രം ലെമൺ ജ്യൂസ് ഒഴിച്ച് നമുക്ക് പിരിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ലെമൺ ജ്യൂസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിനീഗർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചായിട്ട് ഒഴിച്ചൊന്ന് പിരിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഒരു ഫിൽറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ക്ലോത്തോ ഏതെങ്കിലും ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നല്ലതുപോലെ മാറ്റിയെടുക്കാം. ഫിൽറ്റർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒന്ന് കിഴി കെട്ടിയിട്ട് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ആ വെള്ളം മുഴുവൻ ഒന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം പൂർണ്ണമായും പോയതിന് ശേഷം നമുക്ക് ഏത് പ്ലേറ്റിനകത്താണോ നമുക്ക് സ്പ്രെഡ് ചെയ്യേണ്ടത് ആ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം ക്ലോത്ത് മേലെ ഇട്ട് നമുക്ക് ഒരു പരന്ന പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റാണ് വേണ്ടത്. അതിന് മേലെ നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ഷേപ്പായി കിട്ടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം പനീർ റെഡിയായി എന്ന്. പിരിഞ്ഞിട്ടാണുള്ളതെങ്കിൽ പനീർ സെറ്റായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ക്ഷമിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പനീറാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.